വെൽക്കം ടു ആനീസ് കിച്ചൺ ആൻഡ് യു ആർ വാച്ചിങ് ആനീസ് കിച്ചൺ വിത്ത് ആനി. അതെ, എല്ലാവർക്കും ഒരു എന്താ പറയുക സന്തോഷം. അന്നെന്ന് വെച്ചാൽ നമുക്ക് സാധാരണഗതിയിൽ നോൺ വെജ് കഴിച്ചവർക്ക് നോൺ വെജ് കഴിക്കുമ്പോഴാണ് സന്തോഷം. നോയമ്പെടുക്കാൻ പറയുമ്പോൾ വലിയ പ്രയാസമുള്ളൊരു കാര്യമാണ്. പക്ഷേ വെജിറ്റേറിയൻകാർ എപ്പോഴും പരാതി എന്നാന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും വെജിറ്റേറിയൻ ചെയ്യുന്നില്ല എന്ന്. പക്ഷേ അങ്ങനെ എന്നോട് പരാതി പറയരുത്. കാര്യം ഞാൻ എപ്പോഴും പറയുന്ന റീസണേ ഉള്ളൂ, വേറൊന്നുമല്ല. നമുക്ക് വരുന്ന ഗസ്റ്റൊക്കെ വെജാണോ നോൺ വെജ് ആണോ എന്ന് ചോദിച്ചാൽ ഏതാ ഇഷ്ടമുള്ളത് കഴിക്കാൻ എന്ന് അറിഞ്ഞ് ചോദിച്ചും കണ്ടും പ്രിപ്പയർ ചെയ്യുന്നതാണ് ഇവിടെ എല്ലാം ഉള്ളത്. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു വെജിറ്റേറിയൻ ഡിഷാണ്, വേറെ ഒന്നുമല്ല, പനീറിൻ്റെ ഒരു ഡിഷാണ്. പനീർ ഇനിയിപ്പോൾ ഞാൻ നോർത്ത് ഇന്ത്യനെ നമ്മൾ കൂടുതൽ ചെയ്യുന്നത്, അല്ലാതെ ഉള്ളെങ്കിൽ ചെയ്യുന്നത് പനീർ ഗീ റോസ്റ്റ് നല്ല, മാംഗ്ലൂർ സ്റ്റൈൽ പനീർ ഗീ റോസ്റ്റ് നല്ലതാണ്. അത് ഇച്ചിരി സ്പൈസിയാണ്. പക്ഷേ ഇത് കുറച്ച് സ്പൈസി ആണോ എന്ന് ചോദിച്ചാൽ സ്പൈസിയാണ്, അത് നല്ലതെന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ പനീറിൻ്റെ ഏതൊരു വിഭവം നമ്മൾ ചെയ്യുവാണെങ്കിലും ലാസ്റ്റ് എന്താ പറയുക പനീർ ബട്ടർ മസാല പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ഇതേതാണ്ട് ആ ഒരു ജാതിപ്പെട്ടതാ. എന്നാന്ന് വെച്ചാൽ ഈ ചിലർക്ക് സ്പൈസി ഭയങ്കര ഇഷ്ടമാണ്, ചിലർക്ക് സ്പൈസി ഇഷ്ടമല്ല, ചിലപ്പോൾ നോർമൽ ഇഷ്ടമാണ്. അങ്ങനെ പല റേഞ്ചാണ്. ഇതിന് വേണ്ടിയ സാധനങ്ങൾ എന്നാന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള സാധനം വെച്ചേ ഞാൻ ചെയ്യത്തുള്ളൂ. പക്ഷേ എക്സ്ട്രാ നമുക്ക് വാങ്ങിക്കേണ്ടത് പനീർ മേടിക്കൊന്നും വേണ്ട, നമ്മുടെ വീട്ടിൽ പാലുണ്ടെങ്കിൽ പിരിച്ചെടുത്താലും മതി. പിന്നെ ഉള്ളത് ക്യാപ്സിക്കം എല്ലാ വീടുകളിലും നമ്മൾ കരുതാറില്ല. അതുകൊണ്ട് ഈ രണ്ട് സാധനം മാത്രമേ ഉള്ളൂ ഇല്ലാത്തതെന്ന് പറയാൻ. അല്ലാത്തതെല്ലാം നമ്മുടെ അടുക്കളയിൽ ഉള്ളതാണ്. ഇനി എന്നാ വേണ്ടിയെന്ന് വെച്ചാൽ ഉണ്ടാക്കാനുള്ള സാധനം ഫസ്റ്റ് പനീറാണ്. ഇത് ക്യൂബായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം. അത് കഴിഞ്ഞ് വെച്ചാൽ ഒരു വലിയ സവാള എടുത്തേച്ച് ചതുര കഷ്ണങ്ങളായി മുറിച്ച് ഇങ്ങനെ ഓരോ ഇതളായിട്ട് മാറ്റണം. പിന്നെ വേണ്ടിയത് ഒരു ക്യാപ്സിക്കം, അതും അതേ ഭാഷയിൽ. പിന്നെ ഉള്ളത് ഈ നമ്മുടെ സാധാ തോരനൊക്കെ അരയ്ക്കുന്ന നല്ല ജീരകമാണ്. ഇത് ഒരു മുഴുത്ത സവാള കൊത്തി അരിഞ്ഞ് വെച്ചേക്കുക. ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഞാൻ ഫ്രഷ് ആയിട്ട് അരച്ചതല്ല, ഇത് മേടിക്കുന്ന കേട്ടോ. പിന്നെ ഇതൊരു തക്കാളി ഈ പറഞ്ഞ പോലെ അരച്ചെടുത്തേക്കുക. പിന്നെ ഉള്ളത് കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് മുളക് പൊടി, കാശ്മീരി മുളകാണ്, കുറച്ച് മല്ലിപ്പൊടി. ഇത് കാഷ്യൂനട്ട് പേസ്റ്റാ, നമ്മൾ അണ്ടിപ്പരിപ്പ് അരച്ചതോ ക്രീമോ ഏതേലും മതി. പിന്നെ ഇതൊരു 2-3 പച്ചമുളക് നടുവേ കീറിയതാ, കുറച്ച് ഗരം മസാല, മല്ലിയില, കസൂരി മേത്തി. ഇത്രയും സാധനമാണ് വേണ്ടേ. ഇനി ഫസ്റ്റ് ഒരു ഓപ്ഷൻ എന്നാന്ന് വെച്ചാൽ നമുക്ക് ആദ്യം ചെറിയ അടുപ്പ് കത്തിച്ചോണ്ട് വർത്താനം പറയാം. എന്നാന്നോ, നമുക്ക് ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടറിൽ പനീർ വറക്കുവാന്നേ നല്ലതാ. അതല്ല സാധാ ഓയിലാണെങ്കിൽ അങ്ങനെ. പക്ഷെ വെളിച്ചെണ്ണ ഇല്ല, അത് വേണ്ട കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ബട്ടർ ഇല്ല, അതിന് പകരം ബട്ടർ ഇടുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഫ്രിഡ്ജിൽ ഇപ്പോൾ ബട്ടർ കുറവാണ്, അതുകൊണ്ട് ഞാൻ എണ്ണ ഒഴിക്കുക. അതിപ്പോൾ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ നമ്മൾ ഏതാ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച്. പനീർ ഷാലോ ഫ്രൈ ചെയ്യാം, ഡീപ് ഫ്രൈ ചെയ്യാം. അതല്ല പനീർ വറക്കണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ ഇതൊരു ചെറിയൊരു ഷാലോ ഫ്രൈ നല്ലതാണ്. ഇനി എന്നാന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഡയറക്റ്റ്ലി അങ്ങ് വറക്കാൻ പോവുക. ചിലർക്കുണ്ടല്ലോ ആ പനീറിന് ബേസിക്കലി ഒരു ഫ്ലേവർ ഇല്ലാതെ പോകുന്നു ബേസിക്കലി പറയും. അതായത് ചുമ്മാ ഇങ്ങനെ നമ്മളൊരു പച്ചയ്ക്ക് തിന്നുന്ന പോലെയാണ്. പക്ഷെ നമ്മൾ പനീർ കഴിക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ ഗ്രേവിയുടെ ടേസ്റ്റാണ് പനീറിന് ഏറ്റവും കൂടുതൽ വരുന്നത്. അങ്ങനെ തോന്നുവാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്തു, ഈ പനീറിനകത്തോടെ ഇച്ചിരി മഞ്ഞപ്പൊടിയും ഉപ്പും മുളക് പൊടിയും കൂടെ ഒന്ന് തിരുമ്മിയേക്കുക. എന്നാൽ പിന്നെ മീൻ വറുത്താണോ എന്ന് ചോദിക്കരുത്, അതല്ല, ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് മാത്രം പറഞ്ഞതേ ഉള്ളൂ. ഞാൻ എപ്പോഴും പറയുന്നത് ഷാലോ ഫ്രൈ ആണ് ഏറ്റവും നല്ലത്. ചില സമയത്ത് നമ്മൾ പനീർ മേടിക്കുമ്പോൾ പൊടിഞ്ഞു പോകും. ഇനിയിപ്പോൾ അഥവാ വറുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നാന്നറിയോ, പ്രായമുള്ളവർക്ക് ചവയ്ക്കാനായിട്ട് ഇച്ചിരി പ്രയാസമായിരിക്കും. നമ്മൾ എന്നതേലും വീട്ടിൽ സ്പെഷ്യൽ ഉണ്ടാക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ അവർക്കും ആഗ്രഹമില്ലേ, കൊച്ചെണ്ണ ഉണ്ടാക്കിയ ഒന്ന് കഴിച്ചു നോക്കാം. കൊതി എന്ന് പറയുന്ന ഒരു സാധനം, രുചി എന്ന് പറയുന്ന ഒരു സാധനം എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്, ഇല്ലേ? അന്നേരം അത് പ്രായമുണ്ടോ? നമ്മൾ നല്ല പ്രായത്തിൽ കഴിക്കുന്നത് തന്നെ ആ കൊതി നമ്മുടെ നാവിലുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ തിന്നാൻ തോന്നുകയല്ലേ എന്ന് പറഞ്ഞ പോലെ കുറച്ച് പ്രായമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അധികം മൂപ്പിച്ചെടുത്താൽ അവർക്ക് ഇതിൽ ചവയ്ക്കാനൊക്കെ ഇച്ചിരി പ്രയാസമായിരിക്കും. നമുക്ക് ഷാലോ ഫ്രൈ മതി. ഓക്കെ, ഇനി തന്നെ ഞാൻ ഷാലോ ഫ്രൈയും അത്ര ആയിട്ടില്ല, കുറച്ചും കൂടെ ഒന്ന് ലൈറ്റ് ആയിട്ട് എടുത്തിട്ടുള്ളൂ. ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്താലുള്ള ഒരു ഗുണം എന്നാന്നറിയാവോ, നമ്മുടെ പ്രായം ചെന്നവർക്കും കഴിക്കാം. ചിലർ പറയും ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ പനീർ ഒത്തിരി കട്ടിയായി പോകും. അപ്പൊ ഇങ്ങനെ വറുത്തെടുക്കുവാന്നേൽ ആ കട്ടി പറയുന്നില്ലേ, ആ പനീർ കുറച്ച് സോഫ്റ്റ് ആയിരിക്കും. എന്നാൽ ഇച്ചിരി വറുത്തോന്ന് ചോദിച്ചാൽ വറുക്കുകയും ചെയ്യും. എല്ലാവർക്കും കഴിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതും സാധിക്കും. അപ്പൊ എന്നാന്ന് വെച്ചാൽ ഞാനൊരു
മീഡിയമും അല്ല എന്നാൽ ഒരുപാട് ഫ്രൈയും അല്ലാത്ത രീതിയിലാണ് എടുത്തത്. ഇതാകുമ്പോൾ ആ സോഫ്റ്റ്നെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പനീറിനകത്ത് ആ വെള്ളം ഒന്ന് പോയി കിട്ടുക, അത്രേ ഉള്ളൂ. അപ്പോഴത്തേക്ക് അത് ഇച്ചിരി ഒന്ന് ഹാർഡാവും, ഒരു ചെറിയ ഫ്രൈ പോലെ ആവും, എന്നാൽ സോഫ്റ്റ്നെസ് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യും. ഇതും കൂടെ ഇനിയിപ്പോൾ ഇച്ചിരി 5 മിനിറ്റ് മതി. അപ്പം നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നെക്സ്റ്റ് അടുത്ത ഗ്രേവി ചെയ്യാനായിട്ട് ഞാൻ ആ വലിയ പാത്രം വയ്ക്കുക. അത്രയും വലിയ പാത്രം വെക്കുന്നത് എന്നാന്ന് വെച്ചാൽ ഇച്ചിരി ഇളക്കാനും ഒക്കെ ആയിട്ട് ഇച്ചിരി എളുപ്പമുണ്ടല്ലോ. വേണ്ട, ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ അതേ മൂപ്പ്, അതായത് എന്നാന്നറിയോ, ആ പനീറിന്റെ മേലിലൊരു യെല്ലോയിഷ് കളർ വന്നിട്ട് അവിടെ ഇവിടെ ഇങ്ങനെ ഇച്ചിരി ഒരു മൊരിഞ്ഞ ഒരു നിറം, അത്ര ഒരു ബ്രൗൺ നിറം, അത്ര മതി. പിന്നെ ബാക്കി എണ്ണ കളയരുത്. അപ്പൊ എല്ലാത്തിനും ഭയങ്കര വിലയാ, അന്നേരം ഒന്നും കളയരുത്. ഇപ്പുറത്തേലോട്ട് ഒഴിക്കുക. ഇത്രയും എണ്ണ എന്തായാലും നമുക്ക് പോരാ, അതുകൊണ്ട് ഒരു ഇച്ചിരി എണ്ണയും കൂടെ ഒഴിച്ച് വെച്ച് ഗ്രേവിക്കുള്ളതെല്ലാം ചെയ്യാം. ബട്ടർ ഉപയോഗിക്കാൻ ഇഷ്ടമുള്ളവരാന്നേൽ ബട്ടർ ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിനകത്തോട്ട് നമുക്ക് 1 ടീസ്പൂണോളം ജീരകം, അത് ടീസ്പൂൺ കണക്ക് വേണോ അതോ ഞാൻ എൻ്റെ കൈക്ക് ഇട്ടാൽ പോരെ? ജീരകമൊക്കെ സ്പൂണിന് എടുക്കാനായിട്ട് പാടും. ജീരകം നല്ല ചൂടായി കിടക്കുന്ന എണ്ണയിൽ ഒത്തിരി നേരമൊന്നും വേണ്ട. അപ്പം എന്നാന്ന് വെച്ചാൽ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിനകത്തോട്ട് ഇടുക. സവാള അതേപോലെ ഒരു ഇച്ചിരി മൂത്ത് കിട്ടാനായിട്ട് ഒരു ഇച്ചിരി ഉപ്പ്, ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ 1 ടീസ്പൂൺ, അത് ശരിക്കും നമ്മൾ ചതയ്ക്കുവാണെങ്കിൽ ഒരു 2 ടീസ്പൂണോളവും ഇഞ്ചിയും വെളുത്തുള്ളി ഇടാം. ഇതിപ്പോ നമ്മൾ മേടിക്കുന്നതിന്റെ ഞാൻ പറയല്ലേ എപ്പോഴും കുറച്ചേ ഇടാവുള്ളേ, അതുകൊണ്ട് ഇത് ഞാനൊരു 3/4 ഇടുവുള്ളേ. ഇതിന്റെ ഒരു കുത്തൽ ഒത്തിരി മുന്നേ നിൽക്കും, അതുകൊണ്ട് എനിക്ക് ആ ഒരു എത്ര വഴറ്റിയാലും പിടിച്ചാലും ഒന്നും ഇത് അങ്ങോട്ട് പോവുകയില്ല. അപ്പൊ ഞാൻ അതിന്റെ ഒരു എനിക്കൊന്നും എന്റെ കോൺസെൻട്രേഷൻ ഒത്തിരി കൂടുതലായതുകൊണ്ടായിരിക്കും ഞാൻ അതുകൊണ്ട് ഒരു ഇച്ചിരി ഇടത്തുള്ളൂ. ഇതൊരു ലൈറ്റ് ബ്രൗൺ ആവണം. ആ സമയത്ത് നമുക്ക് എന്നാ ചെയ്യണമെന്ന് അറിയാം, നമ്മൾ നേരത്തെ എടുത്ത പാന് ഒന്ന് കഴുകിയെടുക്കാം. തീ ഒന്ന് ഇച്ചിരി കുറച്ച് വെച്ചേ. ഇനി ഇതിനകത്ത് ഒരു ചെറിയ പണിയുണ്ട്, അത് ചെയ്ത് അങ്ങ് വെച്ച് കഴിഞ്ഞാലില്ലേ ഈ പറഞ്ഞ പോലെ വേണ്ടേ നമ്മുടെ ഉള്ളിയൊക്കെ നല്ലതായിട്ടൊന്ന് മൂത്തു, അതായത് ഒരുപാട് അങ്ങ് മൂത്ത് പോകണ്ട, കുറച്ച്. അതിന്റെ കൂടെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി നേരത്തെ ഇട്ടെന്നാന്ന് വെച്ചാൽ ഈ മേടിക്കുന്നതായതുകൊണ്ട് ഇച്ചിരി മൂക്കാനൊരു പാടാ, പിന്നെ അതിന്റെ കുത്തലൊന്ന് പോകണം എന്നുള്ളൊരു നിർബന്ധം എനിക്കുള്ളത് കൊണ്ടാണ് അതിന്റെ കൂട്ടത്തിൽ ഇട്ടേ. അപ്പൊ 2 കാര്യവും നടക്കും. അപ്പൊ ഇതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ അരച്ചു വെച്ചേക്കുന്ന ടൊമാറ്റോ അല്ലെങ്കിൽ ടൊമാറ്റോ പേസ്റ്റ് ഏതാന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്തങ്ങ് ചേർക്കുക. അന്നേച്ച് നെക്സ്റ്റ് എന്നാന്നറിയാവോ, ഈ ചേർത്തേക്കുന്ന ടൊമാറ്റോയുടെ വെള്ളം മുഴുവൻ പറ്റി നമ്മൾ ചേർത്ത എണ്ണ തെളിയണം. അത് ഓരോ കാര്യങ്ങൾ ചേർക്കുമ്പോഴും അതിൻ്റെതായ സമയം എടുത്ത് നമ്മൾ കറി ഉണ്ടാക്കുവാണെങ്കിൽ അത്രയും നല്ല ടേസ്റ്റാണ്. ഓക്കെ, ചീനച്ചട്ടിയിലെ വെള്ളമെല്ലാം പറ്റി. ഇനി ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി എണ്ണ ഒന്ന് ഒഴിച്ച് വെച്ച് ഫസ്റ്റ് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ക്യാപ്സിക്കം ഒന്ന്, ഒരുപാടല്ല കുറച്ചൊന്ന് നമ്മൾ വാട്ടിയെടുക്കുകയല്ലേ, അത്രയും മാത്രം ഒന്ന് ചെയ്യാം. ക്യാപ്സിക്കവും വാട്ടണം, അതിന്റെ പുറകെ തന്നെ നമുക്ക് ആ ഉള്ളിയും കൂടെ ഒന്ന് വാട്ടിയെടുക്കണം. ഒത്തിരി അല്ല, ഈ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ക്രഞ്ചിനെസ് അതിനകത്ത് വേണം. അപ്പൊ ഫസ്റ്റ് ഞാൻ ക്യാപ്സിക്കം ഇടുക. വെന്തങ്ങ് ഉടഞ്ഞങ്ങൊന്നും പോണ്ട, ഒന്ന് ആ ഒരു എന്താ പറയാ ഒരു പച്ചയില്ലേ അതൊന്ന് മാറി വെച്ചാൽ മതി. ഒന്നോ 2 മിനിറ്റ് നമ്മളൊന്ന് വഴറ്റുക. അതിന്റെ കൂട്ടത്തില് ഒന്ന് ഇത് ഏകദേശം, അതായത് അതിന്റെ ഒരു 3/4 പരുവാകുമ്പോൾ ഈ സവാളയും കൂടെ അതിനകത്തോട്ടാണ്. 2 പേരും, അതായത് ക്യാപ്സിക്കവും സവാളയും 2 പേരും വേവണ്ട, ഒന്ന് വാടി കിട്ടിയാൽ മതി. നമ്മുടെ തക്കാളിയുടെ വെള്ളമെല്ലാം പറ്റി അതിന്റെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നേ. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഇവിടെ കൂടെ നോക്കിക്കോണം, അതല്ല സൈമിൾട്ടേനിയസ്ലി നമുക്കിത് ചെയ്യാൻ ഒക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആദ്യമേ പനീർ വറുക്കുന്ന സമയത്തൊന്ന് വറുത്ത് മാറ്റി വെച്ചേച്ചാലും മതി. ഇനിയിപ്പോൾ ഞാൻ അധികം സമയം എടുക്കുന്നില്ല ഇതിന്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ പൊടികളെല്ലാം ചേർക്കാൻ പോവുക. ചെറിയ സ്പൂൺ, അതായത് ടീസ്പൂണിന് കണക്കാക്കി ചേർത്തേച്ചാൽ മതി.
1 ടീസ്പൂൺ മാക്സിമം. നമ്മുടെ പനീറിന്റെ അളവാണ്. ഇവിടെ കുറച്ച് മഞ്ഞപ്പൊടി, ഇച്ചിരി മഞ്ഞൾ. ഇത് കടായി പനീറിന്റെ ഒരു ഫാമിലി ആണോ എന്ന് ചോദിച്ചാൽ ഏകദേശം അതാ. എന്നാ ബട്ടർ മസാല ആണോ എന്ന് ചോദിച്ചാൽ അതുവാ. ഇനിയിപ്പോ ഏതാ നേരെ ചൊവ്വേ പറയേണ്ടതെന്ന് വെച്ചാൽ ഒറ്റ കാര്യം പറഞ്ഞാൽ മതി, പനീർ കറി എന്ന് പറഞ്ഞാൽ മതി. വേണ്ട, ഞാൻ സവാളയുടെയും ക്യാപ്സിക്കത്തിന്റെയും തീ അങ്ങ് ഓഫ് ചെയ്തേ. നെക്സ്റ്റ് കുറച്ച് മല്ലിപ്പൊടി. ഇനി ഇതൊന്ന് മൂത്ത് ആ എണ്ണ തെളിയണം. പൊടി ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ചേർത്തേക്കുന്ന എല്ലാം പെട്ടെന്ന് ഡ്രൈ ആവുവേ. അന്നേരത്തേന് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചേച്ച് അതിനെ ഒന്ന് ലൂസാക്കുക, ഒന്ന് വേവിച്ചെടുക്കുക, ആ ഉള്ള എണ്ണ ഒന്ന് തെളിയിച്ചെടുക്കുക. നമ്മൾ ആദ്യം ഉള്ളി വഴറ്റാൻ നേരം ഞാൻ ഒരു ഇച്ചിരി ഉപ്പിട്ടായിരുന്നു. ഇനി വേണമെങ്കിൽ ബാക്കി പിന്നെ ഇടാവേ. ഇതിനെ ഇനി പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറി ആ എണ്ണയൊന്ന് തെളിഞ്ഞു വരണം. ഇതേണ്ട നമ്മുടെ വെള്ളം ഒഴിച്ചു, ഞാൻ ആ പൊടിയെല്ലാം ഒന്ന് വെന്തു. അന്നേച്ച് വേണ്ടത് കാണാം, ആ എണ്ണയെല്ലാം തെളിയുവാണേ. ഇനി എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ പനീറിൽ നമ്മൾ ഒന്നും പുരട്ടിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, നോട്ട് ഈവൻ ഉപ്പ് പോലും ഇട്ടിട്ടില്ല. അപ്പൊ ഇതിനകത്ത് ഒന്നും ഇല്ല എന്നുള്ള കാര്യം, ഫ്ലേവർ ഒന്നും ഇല്ല എന്നുള്ളത് മനസ്സിലായി. ഫ്ലേവർ കൂടുതൽ വേണമെന്നുള്ളവർ ഞാൻ പറഞ്ഞു മഞ്ഞപ്പൊടി, മുളക് പൊടി, ഇച്ചിരി ഉപ്പ് ഇട്ടും തിരുമ്മി വെക്കാം, എന്നിട്ട് വറക്കാന്ന് പറഞ്ഞു. പിന്നെ ഇതിന്റെ ഈ ഫ്ലേവേഴ്സ് എല്ലാം ഒന്ന് കേറാനായിട്ട് ഞാൻ ഈ പനീർ കറിയിലോട്ട് അങ്ങ് ഇടുക. എന്നിട്ട് ഇതിനകത്തോട്ട് ഞാനൊരു ശകലം ഗരം മസാല, കുറച്ച് മല്ലിയില, ഇതൊക്കെ ലാസ്റ്റ് ഇടാനുള്ളതാണ്. എന്നാലും എനിക്ക് ആ ഫ്ലേവർ ഒന്നും ഇച്ചിരി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഇപ്പത്തെ ഇടുന്നത്. കുറച്ച് കസൂരി മേത്തി. ഇനി എന്നാ ചെയ്യണമെന്നറിയാവോ? ഇതെല്ലാം ഇട്ടേച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ഇച്ചിരി നേരം ഒന്ന് അടച്ചിടും. ഞാൻ കൈ കഴുകി ഒഴിക്കുവാന്ന് ആരും വിചാരിക്കരുത്. എൻ്റെ കയ്യിൽ മല്ലിയിലയുണ്ട്, ഗരം മസാലയുണ്ട്. ഇതൊന്നും കളയാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ട് വീട്ടിൽ ചെയ്യുന്ന പരിപാടി, എല്ലാ അമ്മമാരും ചെയ്യുന്ന പരിപാടി കണ്ടുപിടിച്ചത് ഇങ്ങനെ ആയതാ. ഇനി ഒരു 5 മിനിറ്റ് ഈ പനീർ എല്ലാം ഒന്ന് തിളച്ച്, ഇതിനൊന്നും അധികം സമയം എടുക്കുകയല്ല. കാര്യം എന്നാണെന്നറിയോ? ഈ പനീർ ഒന്ന് തിളച്ച് 5 മിനിറ്റ് കഴിയുമ്പോഴത്തേനും അതൊന്ന് കുറുകുമ്പോഴത്തേനോടം തന്നെ ആ നമ്മൾ ചേർത്തേക്കുന്ന എണ്ണയെല്ലാം ഒന്ന് തെളിഞ്ഞു വരും. അപ്പോഴത്തേക്ക് ഈ പനീറിൽ ഓൾമോസ്റ്റ് ഒത്തിരി ഫ്ലേവർ ഒന്നും പിടിക്കുകയല്ല, കുറച്ച് പിടിക്കും. അന്നേരം ആ എണ്ണ തെളിഞ്ഞു കഴിയുമ്പോൾ നെക്സ്റ്റ് നമ്മൾ ചേർക്കാനുള്ള അണ്ടിപ്പരിപ്പ് അരച്ചതായത്, അതല്ല ഫ്രഷ് ക്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ചേർക്കാം. ഇപ്പം ഹൈ ഫ്ലെയിമല്ല വെച്ചിരിക്കുന്നത്, അധികം താമസം വരികയല്ല. കാര്യം ഇപ്പം തന്നെ ഞാൻ കാണിച്ചു തരാം. അടച്ചു, നമ്മൾ എത്ര നേരം വർത്താനം പറഞ്ഞു അത്രയല്ലേ ഉള്ളൂ. പക്ഷെ ഇതാ നോക്കിയേ, അതിൻ്റെ എണ്ണ തെളിയാൻ എത്ര സമയം വേണമെന്ന് നോക്കിയേ. ഏതേണ്ട ഞാൻ പറയുന്നതിന് എന്നതേലും തെറ്റുണ്ടോ? ഇനി ഇതിനകത്തോട്ട് ഒരു പച്ചമുളകാണ് 2ആയി കീറിയത്, അതുപോലത്തെ 2 എണ്ണ ഇടുന്നുള്ളൂ. അഥവാ ഇനി പേര് കൂടിപ്പോയി എണ്ണ എടുക്കും, വേണ്ട. ഇനി വേണ്ടേ ഈ അണ്ടിപ്പരിപ്പ് അരച്ചതും കൂടെ ഇതിനകത്തോട്ട് ചേർക്കും. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിക്കോണം. ഗ്രേവി വേണ്ടിയവർക്കൊക്കെ ഗ്രേവി ഈ പരുവത്തിന് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ പരുവത്തിന് എടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി തിക്കാക്കി എടുക്കണമെങ്കിൽ എടുക്കാം. പിന്നെ നമ്മൾ ഈ വാങ്ങാൻ ഒരു 10 മിനിറ്റ് മുമ്പ്, അതായത് ആ പനീറിലെല്ലാം നമുക്ക് പിടിച്ചു എന്നുള്ളൊരു ഉറപ്പ് വന്നതിന് ശേഷം മാത്രം ഈ സവാളയും ക്യാപ്സിക്കവും ചേർക്കാവുള്ളൂ. എന്നാന്ന് വെച്ചാൽ ഇത് കുഴഞ്ഞ് അതിനകത്തോടെ അങ്ങ് ചേരരുത്. നമ്മൾ കറി വിളമ്പുമ്പം ഈ ക്യാപ്സിക്കവും ഈ സവാളയും എല്ലാം ആ കറിയിൽ വിസിബിൾ ആയിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇനി ഇത് എന്ത് ചെയ്യാൻ പോവാ? ഈ കാഷ്യൂനട്ടും എല്ലാം ഇച്ചിരി ഒന്ന് വേവാനില്ലേ, അതും വെന്ത് അതിൻ്റെ ഫ്ലേവറും എല്ലാം നമ്മൾ ചേർത്തേക്കുന്ന എല്ലാ ഫ്ലേവറും ആ പനീറിൽ പിടിച്ചു കഴിയുമ്പോൾ ഗ്രേവിയുടെ തിക്നെസ് എത്ര നമുക്ക് വേണം എന്നുള്ളത് ആ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തിക്കഴിയുമ്പോഴത്തേക്ക് സവാളയും ചേർത്ത് സവാളയും ക്യാപ്സിക്കവും ചേർത്ത് ഒരു 5 മിനിറ്റ്സും കൂടെ, അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ്സും കൂടെ അടച്ചിട്ടിട്ട് ആ ഫ്ലേവറും കൂടെ ഇതിലൊന്ന് മിക്സ് ആവുമല്ലോ, അത്രയും മതി. ഇതിന് മറ്റേ ആ ഫ്ലേവർ കംപ്ലീറ്റ് വരണം അങ്ങനെയൊന്നുമില്ല. ഒന്ന് മിക്സ് ആയി കഴിയുമ്പം വാങ്ങാം. നമുക്ക് ഇഷ്ടം പോലെ മല്ലിയില, കസൂരി മേഥി ഇതെല്ലാം ഇടാം.